السلام عليكم ورحمة الله وبركاته. بسم الله، الحمد لله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة كل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഏറ്റവും ബഹുമാനമുള്ള നേരറിവിൻ്റെ ക്ലാസ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരിമാരെ, അള്ളാഹുവിനെ യഥാസമയം സൂക്ഷിച്ചു ജീവിക്കണമെന്ന് എന്നെയും ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. വിശുദ്ധ ഖുർആൻ അവതീർണമായ മാസമാണ് ഷഹ്റു റമദാൻ. വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട അല്പം ചില കാര്യങ്ങളാണ് ഇൻഷാ അള്ളാഹ് ഇന്ന് നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്. ക്ലാസ്സിൽ ഖുർആനിലെ ചില വചനങ്ങളുടെ പാരായണങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഖുർആനിന്റെ പാരായണത്തിലേക്ക് ശ്രദ്ധിക്കുക എന്നത് വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനമാണ്. അതുകൊണ്ട് തന്നെ ഈ ഖുർആനിക വചനങ്ങളിലേക്ക് നമ്മുടെ കൃത്യമായ ശ്രദ്ധയുണ്ടാകണമെന്നാണ് ആമുഖമായി സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഗ്രന്ഥവും ദീനുമൊക്കെ പഠിച്ച് അത് ജീവിതത്തിൽ പകർത്താനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സൂറത്തു അൽ ബഖറയിലെ 185-ാമത്തെ വചനം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ശഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആനു ഹുദൻ ലിന്നാസി വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ ഫമൻ ശഹിദ മിൻകുമുശ് ശഹ്റ ഫൽയസും. ഈ ആയത്തിന്റെ തുടക്കത്തിൽ തന്നെ ഷഹ്റു റമദാൻ, റമദാൻ മാസം, അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, അതായത് ഖുർആൻ ആ മാസത്തിലാണ് അവതീർണമായിട്ടുള്ളത്. ഇവിടെ വിശുദ്ധ ഖുർആനിന്റെ അവതീർണം നടന്ന മാസത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പിനെ നിർബന്ധമാക്കിയിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിന്റെ അവതീർണത്തെ കുറിച്ച് ആ ആയത്ത് വിശദീകരിക്കുമ്പോൾ മുഫസ്സിറുകൾ പറയുന്ന കാര്യം, വിശുദ്ധ ഖുർആൻ പരിശുദ്ധമായ റമദാൻ മാസത്തിലെ ഫീ ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദറിലാണ് മിനൽ ലൗഹിൽ മഹ്ഫൂദി ഇലാ സമാഇദ് ദുനിയ, ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് ആകാശലോകത്തേക്ക് ഇറക്കപ്പെട്ട ദിവസമാണ് ലൈലത്തുൽ ഖദർ. പിന്നീട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഉദ്ദേശിച്ച രൂപത്തിൽ അത് ഘട്ടം ഘട്ടമായി അവതരിപ്പിച്ചു എന്നാണ് തഫ്സീർ തൊബരിയിലൊക്കെ കാണാൻ കഴിയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സംസാരമാണ് യഥാർത്ഥത്തിൽ പരിശുദ്ധ ഖുർആൻ എന്നുള്ളത്. പരിശുദ്ധ റമദാൻ മാസത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പാരായണം ചെയ്യുന്നതും പാരായണം ചെയ്യേണ്ടതും പഠിക്കേണ്ടതും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ സമയം കണ്ടെത്തേണ്ടതും പരിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ടാണ്. കാരണം അത് അള്ളാഹുവിൻ്റെ നമ്മോടുള്ള സംസാരമാണ്.
വിശുദ്ധ ഖുർആൻ സൂറത്തു സുമറിലെ 23-ാമത്തെ വചനം. അല്ലാഹു നസ്സല അഹ്സനൽ ഹദീസ് കിതാബൻ മുതശാബിഹൻ മസാനി തഖ്ശഇറു മിൻഹു ജുലൂദുൽ ലദീന യഖ്ശൗന റബ്ബഹും ثم تلين جلودهم وقلوبهم إلى ذكر الله ذلك هدى الله يهدي به من يشاء ومن يضلل الله فما له من هاد. ആയത്തിന്റെ തുടക്കത്തിൽ തന്നെ അള്ളാഹു സൂചിപ്പിച്ചു, അല്ലാഹു നസ്സല അഹ്സനൽ ഹദീസ് കിതാബ, ഏറ്റവും നല്ല സംസാരമായിട്ട് അള്ളാഹു ആ കിതാബിനെ അവതരിപ്പിച്ചു എന്നാണ്. അള്ളാഹു നമ്മോടുള്ള സംസാരമാണ് ഈ വിശുദ്ധ ഖുർആനിലൂടെ നടത്തുന്നത്. ഖൈറുൽ കലാമി കലാമുല്ലാഹ്, ഏറ്റവും നല്ല സംസാരം അള്ളാഹുവിന്റെ സംസാരമാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ ആ സംസാരത്തെ കേൾക്കാനും ജീവിതത്തിലേക്ക് പകർത്താനുമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കാരണം നമ്മുടെ ജീവനാണ് ഖുർആൻ എന്ന് പറയുന്നത്. മനുഷ്യ ശരീരത്തിൽ ജീവൻ നഷ്ടപ്പെട്ടു പോയാൽ എങ്ങനെയാണോ അതുപോലെയാണ് ഖുർആനുമായി ബന്ധപ്പെടാത്ത വ്യക്തി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വിശുദ്ധ ഖുർആനിനെ കുറിച്ച് സൂറത്തു ശൂറ 52-ാമത്തെ വചനത്തിൽ അള്ളാഹു പറഞ്ഞത്, وَكَذَلِكَ أَوْحَيْنَا إِلَيْكَ رُوحًا مِّنْ أَمْرِنَا مَا كُنتَ تَدْرِي مَا الْكِتَابُ وَلَا الْإِيمَانُ وَلَكِنْ جَعَلْنَاهُ نُورًا نَهْدِي بِهِ مَن نَّشَاءُ مِنْ عِبَادِنَا وَإِنَّكَ لَتَهْدِي إِلَى صِرَاطٍ مُسْتَقِيمٍ. ആയത്തിന്റെ തുടക്കത്തിൽ അള്ളാഹു പറഞ്ഞു, وَكَذَلِكَ أَوْحَيْنَا إِلَيْكَ رُوحًا مِّنْ أَمْرِنَا, അപ്രകാരം തന്നെ താങ്കളിലേക്ക് നാം വഹി നൽകിയിട്ടുള്ളത് നമ്മുടെ കൽപ്പന പ്രകാരം നമ്മുടെ പക്കൽ നിന്നുള്ള ജീവനാണ്, റൂഹാണ്. ഖുർആനിനെ കുറിച്ച് അള്ളാഹു ഉപയോഗിച്ചത് റൂഹ് എന്നാണ്. പ്രവാചകരെ, താങ്കൾക്ക് മുമ്പ് എന്താണ് കിതാബ്, ഈമാൻ എന്താണ് എന്നൊന്നും അറിയില്ലായിരുന്നു. അതുകൊണ്ട് ഈ കിതാബ് അവതരിപ്പിച്ചതിലൂടെ ആ ഒരു പ്രകാശത്തെ താങ്കൾക്ക് നാം നിശ്ചയിച്ചു തന്നു. ഈ ഒരു ഖുർആനിലൂടെ നാം ഉദ്ദേശിക്കുന്ന നമ്മുടെ അടിമകളെ നാം ഹിദായത്ത് നൽകുന്നു. തീർച്ചയായും അള്ളാഹുവാണ് ശരിയായ മാർഗത്തിലേക്ക് വഴി നടത്തുന്നവൻ. അതുകൊണ്ട് സന്മാർഗത്തിലൂടെ സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ വിശുദ്ധ ഖുർആനിന്റെ കൂടെ ഉണ്ടാകണം എന്നാണ്. ഒരു മനുഷ്യ ശരീരത്തിലെ ജീവൻ എത്രത്തോളം മനുഷ്യ ശരീരത്തിന് ആവശ്യമാണോ അത്രത്തോളം ഖുർആൻ ഒരു വിശ്വാസിക്ക് ആവശ്യമാണ് എന്നാണ് പഠിപ്പിക്കുന്നത്. എന്നാൽ വിശുദ്ധ ഖുർആനിനെ പാരായണം ചെയ്യാനോ പഠിക്കാനോ ജീവിതത്തിൽ പകർത്താനോ അതിന്റെ സന്ദേശങ്ങളെ അറിയാനോ മനസ്സിലാക്കാനോ അതിന്റെ ഉത്ബോധനങ്ങൾ കേൾക്കാനോ തയ്യാറാകാത്ത ആളുകൾ ധാരാളമുണ്ട്. അള്ളാഹു നമ്മയെല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ. നാളെ പരലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല വലിയ ഒരു വിഭാഗത്തിന് നേരെ തിരിഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് പരാതി ബോധിപ്പിക്കുന്നുണ്ട്. وقال الرسول يا رب إن قومي اتخذوا هذا القرآن مهجورا. وقال الرسول, അള്ളാഹുവിന്റെ റസൂൽ പറയും, യാ റബ്ബ്, അള്ളാഹുവിന്റെ റബ്ബ്, എന്റെ റബ്ബേ, ഇന്ന ഖൗമി, തീർച്ചയായും എന്റെ ജനത എന്നാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അവർ ഖുർആനിനെ ശ്രദ്ധിച്ചില്ല, അവഗണിച്ചു, തള്ളിക്കളഞ്ഞു എന്ന് ഖിയാമത്ത് നാളിൽ അള്ളാഹുവിനോട് പരാതി പറയുമെന്നാണ്. സഹോദരിമാരെ, ഖുർആന് നമുക്ക് നാളെ പരലോകത്ത് നമുക്ക് അനുകൂലമായ തെളിവാണ്. നമുക്കെതിരായിട്ടും ആ ഖുർആൻ തന്നെയാണ് വരിക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഖുർആനു ഹുജ്ജത്തുൻ ലക് ഔ അലൈക്, നിനക്ക് അനുകൂലമായിട്ടും നിനക്ക് പ്രതികൂലമായിട്ടും തെളിവായി വിശുദ്ധ ഖുർആൻ ഉണ്ടാകും എന്നുള്ളതാണ്. ഈ ഒരു ആമുഖം പറഞ്ഞത് വിശുദ്ധ ഖുർആൻ
നമ്മൾ അതിനോട് ചേർന്ന് നിൽക്കേണ്ടവരാണ്. പ്രത്യേകിച്ചും ഏറ്റവും പരിശുദ്ധമായ മാസം, പരിശുദ്ധ റമദാൻ മാസം, അതിൽ അവതീർണമായിട്ടുള്ള ഈ ഒരു വിശുദ്ധ ഖുർആനിനെ നന്നായി എല്ലാ നിലക്കും ഉപയോഗപ്പെടുത്താൻ നമ്മൾ ശ്രദ്ധിക്കണം. സാധാരണ റമദാനിന്റെ ആദ്യ ദിവസങ്ങളിലൊക്കെ നമ്മൾ തീരുമാനമെടുക്കും, 2, 3, 4, 5 തവണയൊക്കെ ഖുർആൻ മുഴുവനും പാരായണം ചെയ്യണമെന്നൊക്കെ. ജോലി തിരക്കുകളും മറ്റു പല ശുഗലുമായി നമ്മൾ സമയം നീക്കി അതൊന്നും കൃത്യമായി കൊണ്ടുപോകാൻ സാധിക്കാത്ത അവസ്ഥകൾ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. തുടക്കത്തിലുള്ള ആ ഒരു ആവേശവും ഉന്മേഷവും ഒക്കെ കുറച്ച് കഴിയുമ്പോൾ അവസാനിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. യഥാർത്ഥത്തിൽ റമദാനിലെ ഓരോ ദിവസങ്ങളും ഓരോ സെക്കൻഡുകളും കൃത്യമായി ഉപയോഗപ്പെടുത്തി കൃത്യമായ പ്ലാനിങ്ങോടുകൂടി നമ്മൾ അതിനെ കൊണ്ടു നടക്കണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ഖുർആനിനോട് നമ്മൾ സ്വീകരിക്കേണ്ട 6-7 കാര്യങ്ങളാണ് ഇൻഷാ അള്ളാഹ് നമ്മുടെ ക്ലാസ്സിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തേത്, വിശുദ്ധ ഖുർആനിന്റെ കേൾവിക്ക് വേണ്ടി നമ്മൾ സമയം കണ്ടെത്തുക എന്നതാണ്. തുടക്കത്തിൽ പറഞ്ഞു, നമ്മോടുള്ള അള്ളാഹുവിന്റെ സംസാരമാണ് വിശുദ്ധ ഖുർആനിലെ ഓരോ വാക്കുകളും ഓരോ വചനങ്ങളും. നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവർ നമ്മോട് സംസാരിക്കുന്നുണ്ട് എങ്കിൽ അത് കേൾക്കാൻ നമ്മൾ എത്ര സമയവും കണ്ടെത്തും. അതിനോടൊരു പ്രത്യേക താല്പര്യവും ആഗ്രഹവും ഇഷ്ടവും നമ്മൾ കാണിക്കും. നമ്മൾ വേണ്ടപ്പെട്ടവരെ അവരെ അതിനുവേണ്ടി സമീപിക്കാനും യാത്ര ചെയ്യാനും അവരോട് സംസാരിക്കാൻ എത്ര സമയം വേണമെങ്കിലും നമ്മൾ ചെലവഴിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടേണ്ട നമ്മുടെ റബ്ബ്, ആ റബ്ബിന്റെ സംസാരം കേൾക്കാൻ നമ്മൾ എത്രത്തോളം താല്പര്യവും ആഗ്രഹവും ഇഷ്ടവും നമുക്കുണ്ട് എന്ന് നമ്മൾ സ്വന്തത്തോടൊന്ന് ചോദിക്കേണ്ടതാണ്. അതുകൊണ്ട് ഖുർആൻ എവിടെ കേട്ടാലും എവിടെ കണ്ടാലും അത് കേൾക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാവണം എന്നതാണ്. സൂറത്തുൽ അഅറാഫിലെ 204-ാമത്തെ വചനം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, وَإِذَا قُرِئَ الْقُرْآنُ فَاسْتَمِعُوا لَهُ وَأَنصِتُوا لَعَلَّكُمْ تُرْحَمُونَ. ഖുർആൻ പാരായണം ചെയ്യപ്പെട്ടാൽ നിങ്ങൾ ശ്രദ്ധിച്ച് മൗനമായിരിക്കണം, എന്നാൽ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ റഹ്മത്ത് ലഭിച്ചേക്കാം എന്നാണ്. അള്ളാഹുവിന്റെ റഹ്മത്ത് കിട്ടാതെ ഒരാളും ദുനിയാവിലും പരലോകത്തിലും വിജയിക്കുകയില്ല. അള്ളാഹുവിന്റെ റഹ്മത്ത് കിട്ടിയവർ മാത്രമേ സ്വർഗത്തിൽ പ്രവേശിക്കുകയുള്ളൂ. ആ റഹ്മത്ത് കിട്ടാനുള്ള വലിയ ഒരു വഴിയായിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിന്റെ കേൾവിയെ പരിചയപ്പെടുത്തിയത്. നല്ല വിശ്വാസിനികളുടെ അടയാളമായിട്ട് അള്ളാഹു പറഞ്ഞത് എന്താ? സൂറത്തു സുമറിലെ 18-ാമത്തെ ആയത്തിൽ കാണാം, الذين يستمعون القول فيتبعون أحسنه أولئك الذين هداهم الله وأولئك هم أولو الألباب. വാക്കുകളെയൊക്കെ ശ്രദ്ധിച്ച് കേൾക്കുന്നവരാണ് യഥാർത്ഥ വിശ്വാസം. എന്നിട്ട് പിൻപറ്റാൻ കഴിയുന്ന നല്ല നല്ല കാര്യങ്ങളെയൊക്കെ പിൻപറ്റാൻ തയ്യാറാവുക. അപ്പൊ നല്ല നല്ല സംസാരങ്ങളൊക്കെ ഏറ്റവും നല്ല സംസാരം ഖുർആനാണ്. അത് കേൾക്കാൻ മനസ്സ് കാണിക്കുകയും എന്നിട്ട് അതിലെ നന്മകളെ ഏറ്റെടുത്തുകൊണ്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്ന ആളുകൾ. ഉലൈക الذين هداهم الله وأولئك هم أولو الألباب. അവരാണ് അള്ളാഹുവിന്റെ ഹിദായത്ത് ലഭിച്ചവർ, ബുദ്ധിയുള്ള ആൾക്കാർ അവരാണ് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് കേൾക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം. ഖുർആൻ കേട്ടാൽ ഖുർആനിന്റെ കേൾവിയിലൂടെ നമുക്ക് ഈമാൻ വർദ്ധിക്കുമെന്നാണ്. ഖുർആൻ കൊണ്ട് ധാരാളം ഖുർആന്റെ ഓരോ പേരുകൾ വെച്ചുകൊണ്ട് അതിലൂടെ കിട്ടുന്ന മഹത്വങ്ങളൊക്കെ അവിടെ പഠിപ്പിക്കുന്നുണ്ട്. എല്ലാം കൂടി വിശദീകരിക്കാനുള്ള സമയമല്ല. അതുകൊണ്ടാണ് കേവലം പാരായണത്തിലൂടെ തന്നെ നമുക്ക് നമ്മുടെ ഈമാൻ വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ നമ്മുടെ പല രോഗങ്ങൾക്കുമുള്ള ഒരു സമാധാനമായിട്ടും ശിഫയായിട്ടും എല്ലാ നിലക്കും ഉപകാരപ്പെടും ഖുർആനിന്റെ കേൾവി എന്ന് പറയുന്നത്. അതുകൊണ്ട്
അത് അറിഞ്ഞ് മനസ്സിലാക്കി അതിന്റെ ആശയമൊക്കെ മനസ്സിലാക്കി കേൾക്കുമ്പോൾ വല്ലാത്തൊരു അനുഭൂതിയാണ്. ആ ഖുർആനിന്റെ ആശയങ്ങളിലേക്ക് നമുക്ക് ഇറങ്ങി ചെല്ലാൻ കഴിയും. അതുകൊണ്ടാണ് വിശ്വാസികളല്ലാത്ത കാഫിറുകൾ അവർ ഈ ഖുർആനിന്റെ കേൾവിയെ തടഞ്ഞു നിർത്തുക എന്നായിരുന്നു അവരുടെ ലക്ഷ്യം. മക്കത്തെ മുശ്രിക്കുകൾ അങ്ങനെയാണല്ലോ ചെയ്തത് കാഫിറുകളെ. വിശുദ്ധ ഖുർആൻ സൂറത്ത് ഫുസ്സിലത്തിലെ 26-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്, وقال الذين كفروا لا تسمعوا لهذا القرآن والغوا فيه لعلكم تغلبون. കാഫിറുകൾ പറഞ്ഞു, നിങ്ങൾ ഈ ഖുർആൻ കേൾക്കരുത് എന്ന്. അപ്പൊ നിങ്ങൾ ശബ്ദം ഉണ്ടാക്കാം, എന്നാൽ നിങ്ങൾക്ക് വിജയിക്കാം. ശബ്ദ കോലാഹലങ്ങൾ ഉണ്ടാക്കി ഖുർആൻ കേൾക്കാതിരിപ്പിക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. എന്തേ? ഖുർആൻ കേട്ടാൽ അതുകൊണ്ട് ധാരാളം ഗുണമുണ്ട്, ശരിയായ മാർഗത്തിലൂടെ നമുക്ക് സഞ്ചരിക്കാൻ കഴിയും. അതുകൊണ്ട് ഒരു യഥാർത്ഥ സത്യവിശ്വാസിനി ഖുർആൻ കേൾക്കാൻ മനസ്സ് കാണിക്കുന്നവരും ആ കേൾവിയിലൂടെ ഈമാൻ വർദ്ധിക്കുന്നവരുമാണ്. അപ്പൊ ആ കേൾവി എങ്ങനെയായിരിക്കും? അതിന്റെ അർത്ഥം പഠിക്കണം, മനസ്സിലാക്കണം, അത് ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു കേൾവി ആയിരിക്കണം. സൂറത്ത് അൻഫാലിലെ 2-ാമത്തെ ആയത്ത് നമുക്കൊക്കെ പരിചയമുള്ളതാണ്. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദത്ഹും ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. ഇന്നമൽ മുഅ്മിനൂൻ, തീർച്ചയായും സത്യവിശ്വാസികൾ ഇവർ മാത്രമാണ്. ഇന്നമ എന്ന പദം ഉപയോഗിക്കുക ഇവർ മാത്രമേ ഉള്ളൂ എന്നാണ്. സത്യവിശ്വാസികൾ ഇവർ മാത്രമാണ്. അല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും, അള്ളാഹിനെ കുറിച്ച് പറഞ്ഞാൽ, ഉത്ബോധനങ്ങൾ കേട്ടാൽ അവരുടെ ഹൃദയങ്ങൾക്ക് ഒരു പേടിയുണ്ടാകും. വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദത്ഹും ഈമാനാ, അള്ളാഹുവിന്റെ ആയത്തുകൾ അവർക്ക് ഓതി കേൾപ്പിച്ചു കൊടുത്താൽ അവരുടെ ഈമാൻ വർദ്ധിക്കും. വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അവരുടെ റബ്ബിൽ എല്ലാം വരമേൽപ്പിക്കുന്നവരാണ്, തവക്കുലാക്കുന്നവരാണ്. അപ്പൊ ഖുർആൻ കേൾക്കുക, അത് കേൾക്കുന്നതിലൂടെ ഈമാൻ വർദ്ധിക്കുക എന്നതാണ് വിശ്വാസികളുടെ ലക്ഷണമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുന്നത്. അള്ളാഹു സൂറത്തു അൽ മാഇദയിലെ 81-ാമത്തെ ആയത്തിൽ 7-ാമത്തെ ജുസ്ഇന്റെ 1-ാമത്തെ വചനമാണ്. ആയത്തിൽ പറയുന്നത് എന്താ? وَإِذَا سَمِعُوا مَا أُنزِلَ إِلَى الرَّسُولِ تَرَى أَعْيُنَهُمْ تَفِيضُ مِنَ الدَّمْعِ مِمَّا عَرَفُوا مِنَ الْحَقِّ يَقُولُونَ رَبَّنَا آمَنَّا فَاكْتُبْنَا مَعَ الشَّاهِدِينَ. وَإِذَا سَمِعُوا مَا أُنزِلَ إِلَى الرَّسُولِ, റസൂലിന് അവതരിപ്പിക്കപ്പെട്ടത് അവർ കേട്ട് കഴിഞ്ഞാൽ, തറാ അഅ്യുനഹും, അവരുടെ കണ്ണുകൾ നിനക്ക് കാണാം, തഫീദു മിനദ്ദംഇ മിമ്മാ അറഫൂ മിനൽ ഹഖ്, അവർ സത്യം മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീരൊഴുകുന്നതായിട്ട് നിനക്ക് കാണാം. യഖൂലൂന, എന്നിട്ട് അവർ പറയുകയും ചെയ്യും, റബ്ബനാ ആമന്നാ, പടച്ചവനെ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, അതുകൊണ്ട് ആ ഷാഹിദീങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളെ കൂടി രേഖപ്പെടുത്തണേ. ഇതാണ് ഖുർആൻ കേൾക്കുമ്പോൾ ഉണ്ടാവേണ്ട നമ്മുടെ രീതി എന്ന് പറയുന്നത്. ഖുർആൻ കേട്ട് കരയാം. അൽ ബുകാഉ ഫിത്രത്തുൽ ബശരിയ എന്നാണ്, മനുഷ്യന്റെ ഫിത്രത്തിൽപ്പെട്ടതാണ്, പ്രകൃതിയിൽപ്പെട്ടതാണ് കരയുക എന്നുള്ളത്. അത് പലതിന്റെ പേരിലും നമ്മൾ കരയാറുണ്ട്. പക്ഷെ വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ കേട്ട് അത് മനസ്സിലാക്കി അതിലെ ഹക്കുകൾ ഉൾക്കൊണ്ടുകൊണ്ട് കരയാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ് അവിടെ നമ്മെ പഠിപ്പിക്കുന്നത്. നോക്കൂ സഹോദരിമാരെ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധ ഖുർആനിലെ പല വചനങ്ങളും കേട്ട് നിരന്തരമായി ധാരാളമായി കരഞ്ഞിരുന്ന രംഗങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും പരിചയമുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂറത്തുൻ നിസാ മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് പാരായണം ചെയ്യാൻ വേണ്ടി പറയാണ്. ഇബ്നു മസ്ഊദ് പറയാണ്, പ്രവാചകനെ, അങ്ങേക്കല്ലേ ഖുർആൻ അവതരിക്കുന്നത്, അങ്ങേക്ക് ഞാൻ ഓതി തരണോ, പാരായണം ചെയ്ത് തരണോ എന്ന് ചോദിക്കുകയാണ്. മറ്റൊരാളിൽ അത് കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നല്ല പാരായണമുള്ള, നല്ല രീതിയിൽ പാരായണം ചെയ്യുന്ന വ്യക്തികളുടെ കൂട്ടത്തിൽപ്പെട്ട മഹാനായ സഹാബിയായിരുന്നു.
അദ്ദേഹം സൂറത്തു നിസാ പാരായണം ചെയ്തു കൊടുത്തു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂറത്തു നിസായിലെ 41-ാമത്തെ വചനം എത്തിയപ്പോ അദ്ദേഹത്തോട് മതി നിർത്ത് എന്ന് പറയാണ്. എന്താണ് ആയത്ത്? فكيف إذا جئنا من كل أمة بشهيد وجئنا بك على هؤلاء شهيدا. ഓരോ ഉമ്മത്തിനും സാക്ഷികളായിട്ട് ഓരോരുത്തരെ കൊണ്ടുവരും, പ്രവാചകന്മാരും അതുപോലെ തന്നെ പ്രബോധകന്മാരെയൊക്കെ. അങ്ങയുടെ സമുദായത്തിന് സാക്ഷിയായി കൊണ്ട് പ്രവാചകരെ അങ്ങെ കൊണ്ടുവരും. നാളെ പരലോകത്ത് പ്രവാചകന്റെ കണ്ണിലേക്ക് നോക്കുമ്പോൾ കണ്ണുനീർ ധാരധാരയായി ഒഴുകുന്നതായി ഞാൻ കണ്ടു എന്നാണ് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നത്. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ സ്വർഗവാസികളായ ആളുകൾ അവർ സ്വർഗത്തിൽ നിന്ന് പരസ്പരം സന്തോഷപൂർവം പറയുന്ന ചില വാചകങ്ങൾ സൂറത്തു തൂറിൽ അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട്. സൂറത്തു തൂറിലെ 27-ാമത്തെ വചനത്തിൽ എത്തിയപ്പോ മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ ആ ആയത്ത് കേട്ടുകൊണ്ട് കരയുകയായിരുന്നു എന്നാണ്. എന്താണ് ആയത്തിലുള്ളത്? ഫമന്നല്ലാഹു അലൈനാ വവഖാനാ അദാബസ്സമൂം. സ്വർഗവാസികൾ ഇങ്ങനെ പരസ്പരം സംസാരിക്കുന്ന സംസാരങ്ങൾ അവിടെ കാണാം സൂറത്തൂറില്. ആ കൂട്ടത്തിൽ അവർ പറയാണ് ഫമന്നല്ലാഹു അലൈനാ, അള്ളാഹു നമ്മുടെ മേൽ അനുഗ്രഹം ചെയ്തു, വവഖാനാ അദാബസ്സമൂം, ഈ തുളച്ചു കയറുന്ന കാഠിന്യമുള്ള ഈ നരകത്തിന്റെ ശിക്ഷയിൽ നിന്നും ഞങ്ങളെ പടച്ചു രക്ഷപ്പെടുത്തിയല്ലോ എന്ന് സന്തോഷപൂർവ്വം അവർ പറയുന്ന വാചകം കേട്ടുകൊണ്ട് മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ കരഞ്ഞുപോയി എന്നാണ്. സഹോദരിമാരെ, വിശുദ്ധ ഖുർആൻ കേൾക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം. അതിന്റെ അർത്ഥം മനസ്സിലാക്കി കേൾക്കുമ്പോൾ നമ്മളറിയാതെ അതിന്റെ ആശയ തലങ്ങളിലേക്ക് നമ്മളത് കൊണ്ടുപോവുകയും ജീവിതത്തിൽ പല മാറ്റങ്ങളും അതിലൂടെ നമ്മൾക്ക് അറിയാതെ വന്നു ചേരുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. രണ്ടാമതായി സൂചിപ്പിക്കാനുള്ളത് ഖുർആനിന്റെ പാരായണം തന്നെയാണ്. പരിശുദ്ധ റമദാനിലൊക്കെ ധാരാളമായി മറ്റെല്ലാ കാര്യങ്ങളും ഒഴിവാക്കി ഖുർആനിന്റെ പാരായണത്തിന് വേണ്ടിയാണ് നമ്മൾ സമയം കണ്ടെത്തിയത്. നമുക്ക് എല്ലാവർക്കും അറിയാലോ, മുൻഗാമികളൊക്കെ അങ്ങനെയായിരുന്നു. മഹാനായ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി ഒക്കെ വ്യത്യസ്ത ദിക്കുകളിൽ നിന്നും ഹദീസ് പഠിക്കാൻ വരുന്ന തന്റെ ശിഷ്യന്മാരോടൊക്കെ റമദാനിലായി കഴിഞ്ഞാൽ ആ പഠന ക്ലാസ്സൊക്കെ നിർത്തി ഖുർആൻ പാരായണത്തിനും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും വേണ്ടി ഒഴിഞ്ഞു വെക്കാറുണ്ടായിരുന്നു എന്നാണ്. നമുക്ക് ധാരാളം തിരക്കുകൾ ഉണ്ടാകും. റമദാനാണ്, ഭക്ഷണം തയ്യാറാക്കുന്ന വിഷയങ്ങളും മറ്റു പല തിരക്കുകൾ ഉണ്ടാവും. പക്ഷെ അതിനിടക്ക് ഖുർആനിന് പാരായണത്തിന് നമ്മൾ സമയം കണ്ടെത്താതിരിക്കുന്നത്, അത് കൃത്യമായി പ്ലാൻ ചെയ്ത് നമ്മൾ അതിനു വേണ്ടി പ്രത്യേകം ഒരുങ്ങിയിരിക്കണം. ധാരാളം സമയം ഖുർആനിന് വേണ്ടി ഉപയോഗപ്പെടുത്തണം എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. സൂറത്തുൽ ഫാത്തിറിലെ 29-ാമത്തെ ആയത്ത്, ആ ആയത്തിൽ അള്ളാഹു പഠിപ്പിക്കുന്നത് എന്താ? ഒരിക്കലും നഷ്ടം പറ്റാത്ത കച്ചവടം, നഷ്ടം വരാത്തൊരു കച്ചവടം, അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്നാണ്. ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹി വഅഖാമുസ്സലാത വഅൻഫഖൂ മിമ്മാ റസഖ്നാഹും സിർറൻ വഅലാനിയ യർജൂന തിജാറതൻ ലൻ തബൂർ. തീർച്ചയായും അല്ലാഹുവിന്റെ കിതാബ് പാരായണം ചെയ്യുന്നവർ, നമസ്കാരം നിലനിർത്തുകയും രഹസ്യമായും പരസ്യമായും അള്ളാഹു നൽകിയിട്ടുള്ള റിസ്കിൽ നിന്നും ചെലവഴിക്കുന്നവർ, യർജൂന തിജാറതൻ ലൻ തബൂർ, ഒരിക്കലും നഷ്ടം പറ്റാത്തൊരു കച്ചവടമാണ് അവർ പ്രതീക്ഷിക്കുന്നത്. ആ കച്ചവടത്തിന്റെ ചരക്കായി ഒന്നാമതായി അള്ളാഹുവോട് പറഞ്ഞത് വിശുദ്ധ ഖുർആനിന്റെ പാരായണമാണ്. ഖുർആൻ എന്ന പദത്തിന്റെ അർത്ഥം തന്നെ പാരായണം ചെയ്യപ്പെടുന്നത് എന്നാണ്. അതുകൊണ്ട് അതിന്റെ പാരായണത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പാരായണത്തിന്റെ ഒരു ഹർഫ് മുതൽ ഒന്നും നമുക്ക് നഷ്ടമായിട്ടൊന്നുമില്ല, എല്ലാം ലാഭാണ്. സൂറത്തുൽ താഹയിലെ തുടക്കത്തിലെ ആയത്തുകൾ എന്താണ്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം طه ما أنزلنا عليك القرآن لتشقى إلا تذكرة لمن يخشى ما أنزلنا عليك القرآن لتشقى.
ഒരു ഭാരമായിട്ട്, ഒരു ദൗർഭാഗ്യമായിട്ട് ഒന്നുമല്ല ഖുർആൻ ഞാൻ താങ്കളുടെ മേൽ അവതരിപ്പിച്ചിട്ടുള്ളത്. അതെന്താണ്? ഇല്ലാ തദ്കിറത്തൻ ലിമൻ യഖ്ശാ. ഭയപ്പെടാൻ ആഗ്രഹിക്കുന്ന, ഭയപ്പെടുന്ന ആളുകൾക്ക് വലിയൊരു ഉത്ബോധനാണത് ഖുർആൻ. അതുകൊണ്ട് അതിന്റെ പാരായണത്തിന് നമ്മൾ സമയം കണ്ടെത്തണം. വിശുദ്ധ ഖുർആനിന്റെ പാരായണം നോക്കൂ, നമുക്കൊക്കെ അറിയാലോ. മൻ ഖറഅ ഹർഫൻ മിൻ കിതാബില്ലാഹ്, അള്ളാഹുവിന്റെ കിതാബിൽ നിന്ന് ഒരു ഹർഫ് പാരായണം ചെയ്താൽ 10 നന്മയുണ്ട് എന്നാണ് സാധാരണ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ. അത് റമദാനിലാകുമ്പോൾ എത്ര ഇരട്ടിയായിരിക്കും, കണക്കില്ലാതെ പ്രതിഫലം ലഭിക്കപ്പെടുന്നതാണ്. ഒരു ഖുർആൻ മുഴുവനും ഓതി തീർത്താൽ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിലും അപ്പുറമുള്ള പ്രതിഫലമാണ് നമുക്ക് ലഭിക്കുന്നത്. ഒരു ഹർഫ് അലിഫ് ലാം മീം എന്നുള്ളത് പോലും ഒരു ഹർഫല്ല, അത് 3 ഹർഫാണ്. 30 പുണ്യമുണ്ട് എന്നാണ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. നാളെ പരലോകത്ത് ഈ റമദാനും ഖുർആനും ഒക്കെ ആരും നമുക്ക് സഹായിക്കാനില്ലാത്ത, നമുക്ക് വേണ്ടി സംസാരിക്കാനില്ലാത്ത, ശഫാഅത്ത് പറയാനില്ലാത്ത സന്ദർഭത്തിൽ നമുക്ക് ശഫാഅത്തായിട്ട് ഖുർആനും സിയാമും ഒക്കെ, നോമ്പുമൊക്കെ വരുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. നോമ്പ് പറയും, എനിക്ക് വേണ്ടി ഭക്ഷണവും മറ്റു പല കാര്യങ്ങളും ശഹവത്തുകളും ഒക്കെ തടഞ്ഞു വെച്ചു, ഇഷ്ടണ്ടായിട്ടും പലതും മാറ്റിവെച്ചു, നിയന്ത്രിച്ചു. അതുകൊണ്ട് ഇവന് വേണ്ടി ശഫാഅത്ത് പറയാൻ വേണ്ടി എനിക്ക് അനുവാദം തരണം. ആ ആൾക്ക് വേണ്ടി വാദിക്കുകയും അവർക്ക് വേണ്ടി കാര്യങ്ങൾ പറയുകയും ശഫാഅത്ത് പറയുകയും ചെയ്യുമെന്നാണ് നോമ്പ്. ഇതുപോലെ തന്നെ രാത്രി എനിക്ക് വേണ്ടി പടച്ചവനെ ഉറക്കം വഹിച്ചിട്ടൊക്കെ നിന്ന് നമസ്കരിച്ചാൽ തിലാവത്ത് നടത്തിയവനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആനും നമുക്ക് വേണ്ടി അവിടെ സംസാരിക്കാനുണ്ടാകും എന്നാണ് അവിടെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു, ഇഖ്റഉൽ ഖുർആൻ, നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുക. ഫഇന്നഹു യഅതി യൗമൽ ഖിയാമ ശഫീഅൻ ലി അസ്ഹാബിഹി, അതിന്റെ ആളുകൾക്ക് ശഫീഅായിട്ട്, ശുപാർശകനായിട്ട് നാളെ പരലോകത്ത് വരും. ആ ഹദീസിന്റെ ബാക്കി കാണാം. ഇഖ്റഉ അസ്സഹ്റാവൈൻ, സഹ്റാവൈൻ നിങ്ങൾ പാരായണം ചെയ്യുക. അതേതൊക്കെയാണ്? സൂറത്തുൽ ബഖറയും സൂറത്തു ആലി ഇംറാനുമാണ്. ആ 2 സൂറത്തുകളും നാളെ പരലോകത്ത് നിങ്ങൾക്ക് മേഘമായി, തണലായി, പക്ഷിക്കൂട്ടങ്ങളെപ്പോലെ നിങ്ങളുടെ മുകളിൽ ഉണ്ടാകും. നിങ്ങൾക്ക് വേണ്ടി വാദിക്കാനായി, അതിന്റെ ആളുകൾക്ക് വേണ്ടി തെളിവായിട്ട് ആ 2 സൂറത്തുകൾ അവിടെ ഉണ്ടാകുമെന്നാണ്. എന്നിട്ട് പറഞ്ഞു, ഇഖ്റഉ സൂറത്തുൽ ബഖറ, നിങ്ങൾ സൂറത്തുൽ ബഖറ പാരായണം ചെയ്തു, അത് നിങ്ങൾക്ക് ബർക്കത്താണ്, എല്ലാ നിലക്കുമുള്ള ബർക്കത്ത് കൊടുന്നു തരും. അത് ഉപേക്ഷിക്കുന്നവന് നഷ്ടമാണ്. ഹദീസിൽ പറയാണ്. എന്നിട്ട് അതിന്റെ അവസാന ഭാഗത്ത് പറയാണ്, നിങ്ങൾക്ക് സിഹിറിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഒരു കാര്യമായിട്ട് സൂറത്തുൽ ബഖറ പിന്നെ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പരിചയപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് വിശുദ്ധ ഖുർആനിന്റെ പാരായണത്തിനു വേണ്ടി സമയം നമ്മൾ ധാരാളമായി പരിശുദ്ധ റമദാനിൽ പ്രത്യേകിച്ചും കണ്ടെത്തണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. മൂന്നാമത്തെ ഒരു കാര്യം, ഖുർആൻ പഠിക്കാനുള്ള ധാരാളം സംവിധാനങ്ങളുണ്ട്. അത് റമദാനിലും അല്ലാത്ത സന്ദർഭങ്ങളിലുമൊക്കെ പഠന ക്ലാസ്സുകളുണ്ട്. ആ ഖുർആൻ പഠന ക്ലാസ്സുകൾ നമ്മൾ പങ്കെടുത്തുകൊണ്ട് നിരന്തരമായി പഠിക്കാൻ വേണ്ടി ഒരു നിശ്ചിത സമയം നമ്മൾ കണ്ടെത്തണം. സാധാരണ നിരന്തരമായ ഖുർആനിന്റെ പഠനങ്ങൾ നടത്തുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവർക്കില്ലാത്ത എന്തോ ഒന്ന് അവരുടെ ജീവിതത്തിലുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. അവിടെ സഹോദരിമാരെ, പഠിക്കാനുള്ള സമയം നമ്മൾ കണ്ടെത്തണം. സൂറത്ത് ആലി ഇംറാനിലെ 79-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, വലാകിൻ കൂനൂ റബ്ബാനിയീന ബിമാ കുൻതും തുഅല്ലിമൂനൽ കിതാബ് വബിമാ കുൻതും തദ്റുസൂൻ. നിങ്ങൾ റബ്ബിന്റെ ആളുകളാവണം. എന്താ അവരുടെ പ്രത്യേകത? അവര് ഖുർആൻ പഠിക്കുന്നവരാണ്, അത് പരസ്പരം ചർച്ച ചെയ്യുന്നവരാണ്. അതാണ് റബ്ബിന്റെ ആളുകൾ. റബ്ബാനിയീൻ, കൂനു റബ്ബാനിയീൻ. നമ്മൾ കേട്ടിട്ടുണ്ടാവും, നിങ്ങൾ റമദാനികളാവരുത്, റമദാന്റെ ആളുകളാവരുത്, റമദാനിൽ മാത്രം ചെയ്യുന്ന കർമ്മങ്ങൾ മറ്റുള്ള മാസങ്ങളൊന്നും ചെയ്യാതിരിക്കുക. ആ ഹദീസിലും പറഞ്ഞത് റബ്ബാനികളാവണം എന്നാണ്. അള്ളാഹിന്റെ ആളുകളും എല്ലാ സമയത്തും പിന്നെ അള്ളാഹുവിനെ ഓർക്കുന്ന ആളുകളായിട്ട് മാറും. ഇവിടെ അള്ളാഹുവിന്റെ ആളുകൾ എന്ന് പരിചയപ്പെടുത്തി അള്ളാഹ് പറയാണ്, അവിടെ ഖുർആൻ പഠിക്കുകയും മുദാറസ നടത്തുകയൊക്കെ ചെയ്യുന്ന ആളുകളാണെന്നാണ്. മനുഷ്യരുടെ കൂട്ടത്തിലെ ഏറ്റവും നല്ല പഠിതാവ്, ഏറ്റവും നല്ല പഠനം എന്ന് പറയുന്നത് ഖുർആനിന്റെ പഠനമാണ്. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആൻ ഇന്ന അഫ്ളലക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. നിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠൻ ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവനാണ് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. അള്ളാഹുവിന്റെ പ്രവാചകൻ
വലിയ തിന്മകളിൽ ജീവിച്ചിരുന്ന ആ ജാഹിലിയ കാലത്തെ അറബികളെ മാറ്റിയെടുത്തത് ഖുർആൻ പഠിപ്പിച്ചുകൊണ്ടായിരുന്നു. ഖുർആനിന്റെ ആശയങ്ങൾ ജനങ്ങളെ പഠിപ്പിച്ചുകൊണ്ടായിരുന്നു അവരെ മാറ്റിയെടുത്തത്. സൂറത്തുൽ ജുമുഅയിലെ 2-ാമത്തെ ആയത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകനെ അയച്ചതിന്റെ ലക്ഷ്യമായി അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുന്നത് അതാണ്. ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീന റസൂലൻ മിൻഹും യത്ലൂ അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. വ്യക്തമായ വഴികേടിലായിരുന്ന ഒരു ജനത, അവരെ അള്ളാഹുവിന്റെ പ്രവാചകൻ മാറ്റിയെടുത്തത് എങ്ങനെയാണ്? യത്ലൂ അലൈഹിം ആയാതിഹി, അള്ളാഹുവിന്റെ ആയത്തുകൾ ഓതിക്കൊടുത്തു. വയുസക്കീഹിം, അങ്ങനെ അവരെ സംസ്കരിപ്പിച്ചു. വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ, ഖുർആനും സുന്നത്തും അവരെ പഠിപ്പിച്ചു. അങ്ങനെയാണ് അവർക്ക് മാറ്റം സംഭവിച്ചത് എന്നാണ് മഹാനായ ജഅഫർ ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു നജാശി രാജാവിന്റെ അടുക്കൽ പോയിട്ട് പറയുന്ന വാചകങ്ങളുണ്ട്. നജാശി രാജാവിനോട് അയ്യുഹൽ മലിക്, അയ്യുഹൽ മലിക്, ഏ രാജാവേ എന്ന് വിളിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞ വാചകം നമുക്ക് കാണാൻ കഴിയും. ഇന്നാ കുന്ന ഖൗമൻ അഹ്ല ജാഹിലിയ, ഞങ്ങൾ ജാഹിലിയത്തിലെ ഒരു ഖൗമായിരുന്നു. എന്നിട്ട് അദ്ദേഹം കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ട്, നഅ്ബുദുൽ അസ്നാം, ഞങ്ങൾ ബിംബങ്ങൾ ആരാധിക്കുന്നവരായിരുന്നു, മയ്യത്ത് തിന്നുന്നവരായിരുന്നു, വേണ്ടാത്തരങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളായിരുന്നു, കുടുംബ ബന്ധങ്ങൾ ഒരു ബന്ധത്തിനും ഒരു വില കൽപ്പിക്കാത്തവരായിരുന്നു, ഞങ്ങൾ അയൽവാസികളെ ഉപദ്രവിക്കുന്നവരായിരുന്നു, മോശമായി അവരോട് പെരുമാറുന്നവരായിരുന്നു. ഇങ്ങനെ കുറെ തിന്മകൾ എടുത്തു പറഞ്ഞുകൊണ്ട് മഹാനായ ജഅഫർ ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഫദആന, ഞങ്ങളിലേക്ക് ഒരു പ്രവാചകനും വന്നുകൊണ്ട്, സത്യസന്ധനായ അമാനത്തുകൾ സൂക്ഷിക്കുന്ന അദ്ദേഹത്തെ ഞങ്ങൾക്കറിയാം, അദ്ദേഹത്തിന്റെ ചാരിത്ര ശുദ്ധിയെയും എല്ലാം ഞങ്ങൾക്കറിയാം. അങ്ങനെ അദ്ദേഹം വന്നുകൊണ്ട് ഫദആന ഇലല്ലാഹി വഹ്ദഹു വനഅ്ബുദഹു, അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ, അവന്റെ ഏകത്വത്തിലേക്ക് ഞങ്ങൾ ക്ഷണിക്കാൻ വേണ്ടി ആ പ്രവാചകൻ വന്നു. എന്നിട്ട് ആ ഖുർആൻ ഓതിക്കൊടുത്തുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ, ആ പ്രവാചകൻ എന്താ ചെയ്തത്? എല്ലാ ഹറാമുകളും അവർക്കിടയിൽ ഉണ്ടായിരുന്ന എല്ലാ ഛിദ്രതകളും ഒക്കെ മാറ്റിയെടുത്തത് ആ ഖുർആൻ കൊണ്ടായിരുന്നു. അതുകൊണ്ട് ആ പ്രവാചകൻ വന്ന് ഞങ്ങളെ പഠിപ്പിച്ചു. അങ്ങനെ എല്ലാവിധ തിന്മകളിൽ നിന്നും ഞങ്ങളെ രക്ഷപ്പെടുത്തി എന്നാണ് അദ്ദേഹം പഠിപ്പിക്കുന്നത്. അങ്ങനെയാണല്ലോ കുൻതും ഖൈറ ഉമ്മ, നിങ്ങളാണ് ഏറ്റവും നല്ല സമുദായം എന്ന് പറയുന്ന രീതിയിലേക്ക് അവരെ മാറ്റിയെടുത്തത്. അത് ഖുർആനിന്റെ പഠനത്തിലൂടെയാണ്, ഖുർആൻ പഠിപ്പിച്ച് പഠനം നടത്തിയതിലൂടെയാണ് അവർ മാറിയത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മൾ ഖുർആനിന്റെ ആളുകളായിട്ട്, മുസ്ലിങ്ങളായിട്ട്, മുഅ്മിനുകളായിട്ട്, മുഅ്മിനത്തുകളായിട്ട് ജീവിക്കുമ്പോൾ ആ ഖുർആനിന്റെ കൂടെ നമ്മൾ സഞ്ചരിക്കണം, അതിന്റെ പഠിതാക്കളായി നമ്മൾ മാറണം. തീർച്ചയായും ഖുർആനിന്റെ പഠനത്തിലൂടെ വലിയ ഉയർച്ചകൾ നമുക്കുണ്ടാകും. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ യർഫഉ ബിഹാദൽ കിതാബി അഖ്വാമൻ വയദഉ ബിഹി ആഖരീൻ. ചില ആളുകൾ അള്ളാഹു ഈ ഖുർആൻ കൊണ്ട് ഉയർത്തും, ചില ആളുകളെ ഈ ഖുർആൻ കൊണ്ട് താഴ്ത്തുകയും ചെയ്യുമെന്നാണ്. ഖുർആനിലൂടെ നമുക്ക് ഏറ്റവും ഉന്നതമായ സ്ഥാനങ്ങളിൽ എത്താൻ കഴിയും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 4-ാമത്തെ കാര്യം, ഖുർആൻ മനഃപ്പാടമാക്കുക എന്നതിന് വലിയ പ്രാധാന്യമുണ്ട്. ഖുർആൻ മനഃപ്പാടമാക്കുന്നതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തൊക്കെ പ്രത്യേകിച്ചും പ്രവാചകൻ പറഞ്ഞത്, കുറെ മയ്യത്തുകൾ ഖബറടക്കാനുണ്ടെങ്കിൽ അതിൽ ആദ്യം എടുത്തു വെക്കേണ്ടത് കൂടുതൽ ഖുർആൻ മനഃപ്പാടമുള്ള ആളുകളെയാണെന്നാണ്. നോക്കൂ, ഇരു ഹറമുകളിലെയും ഇമാമുമാർ, നമ്മുടെ നാട്ടിലെ പള്ളികളും വിദേശത്തെ പള്ളികളിലും ഉള്ള ഇമാമുമാരെ നമ്മൾ എടുത്ത് പരിശോധിച്ച് എത്രയോ ഉന്നതന്മാരുണ്ട്. അവരിൽ ഏറ്റവും ഉന്നതന്മാരായി പരിഗണിക്കുന്നത് ഖുർആൻ മനഃപ്പാടമാക്കിയ, ഖുർആൻ പഠിച്ച വ്യക്തികളെയാണ്. അതാണ് ഖുർആൻ കൊണ്ടുള്ള നേട്ടം ദുനിയാവിലുള്ളത്. പരലോകത്തിലും ധാരാളം നേട്ടങ്ങളുണ്ട്, വിശദമായി പറയാനുള്ള സമയം ഇവിടല്ല. ഏതായിരുന്നാലും പരലോകത്ത് സ്വർഗത്തിലെ പദവികൾ ഉയർത്തപ്പെടുന്നത് വിശുദ്ധ ഖുർആനിന്റെ മനഃപ്പാടത്തിനനുസരിച്ച്, അത് പഠിച്ച് മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തി അത് ഉൾക്കൊണ്ടുകൊണ്ട് മനഃപ്പാടമാക്കിയതിനനുസരിച്ചു കൊണ്ടാണ് എന്നാണ്. നമുക്കൊക്കെ അറിയാം, മസലുല്ലദീ യഖ്റഉൽ ഖുർആൻ വഹുവ ഹാഫിദുൻ ലഹു മഅസ്സഫറത്തിൽ കിറാമിൽ ബററ. ഖുർആൻ ഹിഫ്ളാക്കിയ ആളുകൾ, മനഃപ്പാടമാക്കിയ ആളുകൾ, മഅസ്സഫറത്തിൽ കിറാമിൽ ബററ, ഏറ്റവും മാന്യന്മാരായ പരിശുദ്ധരായ ആളുകളുടെ കൂടെയാണ്, മലക്കുകളുടെയും അമ്പിയാക്കളുടെയും കൂടെയാണെന്നാണ്.
ഖുർആൻ മനഃപ്പാടമാക്കുന്നതിന് വലിയ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തപ്പിത്തടഞ്ഞിട്ടാണെങ്കിലും എത്ര നമുക്ക് പിന്നെ വാർദ്ധക്യത്തിന്റെ പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും ഖുർആനിന്റെ മനഃപ്പാടത്തിനു വേണ്ടി നമ്മൾ സമയം കണ്ടെത്തുക. ഒരാൾക്കും ഖുർആൻ പഠിക്കാൻ കഴിയുകയില്ല എന്ന് പറയാൻ കഴിയുകയില്ല. കാരണം ഖുർആൻ എളുപ്പമാണ്. സൂറത്ത് ഖമറിൽ 4 സ്ഥലത്ത് അല്ലാഹു പറഞ്ഞു, വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ ഫഹൽ മിൻ മുദ്ദക്കിർ. ഖുർആനിന്റെ ആ ഉത്ബോധനത്തെ കുറിച്ച് ചിന്തിക്കാൻ ആരാണ്? അത് വളരെ എളുപ്പമാണ്. അതുകൊണ്ട് ചിന്തിക്കാൻ ആരുണ്ട് എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. പഠിക്കാൻ കഴിയും, ഏത് സമയത്തും അത് കേൾക്കാനും അതുപോലെ തന്നെ അതിന്റെ ആശയങ്ങൾ ഉൾക്കൊള്ളാനും പഠിക്കാൻ കഴിയും. ഒന്ന് വേഗത്തിൽ പഠിക്കാൻ കഴിയുന്ന ഒരു ഗ്രന്ഥം കൂടിയാണ് വിശുദ്ധ ഖുർആൻ. ഇതുപോലെ തന്നെ പഠിച്ച കാര്യങ്ങളെ ഓരോ ആയത്തുകളും കേൾക്കുമ്പോൾ അത് പഠിച്ച് ജീവിതത്തിൽ പകർത്തുക എന്നത് വളരെ പ്രധാനമാണ്. കേവലം പഠിക്കുക, പാരായണം ചെയ്യുക എന്നതിലുപരി അതിലെ ഓരോ ആശയങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞത്, വകാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനൻ യംശി അലൽ അർദ്. ഭൂമിയിലൂടെ സഞ്ചരിക്കുന്ന ഒരു ഖുർആനായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് അദ്ദേഹത്തെ കുറിച്ച് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. സഅദ് ബിൻ ഹിശാം റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് എത്തി. ഫഖുൽതു, എന്നിട്ട് ഞാൻ ചോദിച്ചു, യാ ഉമ്മുൽ മുഅ്മിനീൻ, ഉമ്മുൽ മുഅ്മിനീൻ, അഖ്ബിർനി ബിഖുലുഖി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തെ കുറിച്ച് എനിക്ക് അറിയിച്ചു തരൂ. അവിടുന്ന് പറഞ്ഞു, കാന ഖുലുഖുഹു അൽ ഖുർആൻ. അദ്ദേഹത്തിന്റെ സ്വഭാവം ഖുർആനായിരുന്നു. അമാ തഖറഉൽ ഖുർആൻ, നീ ഖുർആൻ പാരായണം ചെയ്തിട്ടില്ലേ? ആ ഖുർആൻ നീ കണ്ടിട്ടില്ലേ? വ ഇന്നക ലഅലാ ഖുലുഖിൻ അളീം, താങ്കൾ ഉത്തമ സ്വഭാവത്തിന്റെ ഉടമയാണ് എന്ന്. അതുകൊണ്ട് ഖുർആൻ പഠിക്കുമ്പോൾ അത് കൃത്യമായി ജീവിതത്തിൽ ഉണ്ടാവണമെന്നാണ് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയിലെ 121-ാമത്തെ ആയത്തിൽ കാണാം, അല്ലദീന ആതൈനാഹുമുൽ കിതാബ യത്ലൂനഹു ഹഖ്ക തിലാവതിഹി ഉലൈക യുഅ്മിനൂന ബിഹി. അള്ളാഹിന്റെ ഗ്രന്ഥം ഹഖ്ക തിലാവതിഹി, അത് ഓതേണ്ട പ്രകാരം തിലാവത്ത് ചെയ്യുന്ന ആളുകൾ, അവർ അള്ളാഹുവിൽ വിശ്വസിച്ചവരാണ്, അവരാണ് ഈമാനുള്ളവർ എന്നാണ്. തിലാവത്ത് എങ്ങനെയാണ്? അത് പാരായണം ചെയ്യുമ്പോൾ അതിന്റെ ആശയങ്ങൾ അറിഞ്ഞ് തദബ്ബുറോടുകൂടി ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിൽ പകർത്താൻ വേണ്ടിയുള്ള ശ്രമത്തോടു കൂടിയുള്ള പാരായണമാണത്. അതുകൊണ്ട് ആ നിലക്ക് പാരായണം ചെയ്യുന്ന ആളുകൾ, അവർക്കതിലൂടെ ഈമാനുണ്ട്, അവരാണ് മുഅ്മിനുകൾ എന്നാണ്. അതുകൊണ്ട് ആ രീതിയിലായിരിക്കണം നമ്മൾ ഖുർആനിനെ സ്വീകരിക്കേണ്ടത്. 6-ാമത്തെ ഒരു കാര്യം, വിശുദ്ധ ഖുർആൻ കേവലം പാരായണം ചെയ്യുന്നതിന് ധാരാളം പുണ്യമുണ്ട്. അങ്ങനെ തന്നെയാണ് നമ്മൾ ധാരാളം സമയം അതിന് കണ്ടെത്തേണ്ടതുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഖുർആനിന്റെ ഓരോ ആയത്തുകളിലൂടെ കടന്നു പോകുമ്പോഴും അവിടെ നമ്മൾ ആ ആയത്തിനെ കുറിച്ച് ചിന്തിക്കാനും അതിൽ പറഞ്ഞ കാര്യങ്ങൾ അറിയാനും നമ്മൾ ശ്രമിക്കണം എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ചില വചനങ്ങളൊക്കെ അത് ചിന്തിക്കാൻ വേണ്ടി പറയുമ്പോൾ അതിനെക്കുറിച്ച് ഉറ്റാലോചിക്കാനുള്ള ഒരു ശ്രദ്ധ ഖുർആൻ പാരായണത്തിൽ നമ്മൾ കാണിക്കണമെന്നാണ്. വിശുദ്ധ ഖുർആൻ സൂറത്ത് മുഹമ്മദിലെ 24-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയാണ്, അഫലാ യതദബ്ബറൂനൽ ഖുർആൻ അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, അവർ ഖുർആനെ കുറിച്ച് തദബ്ബുർ നടത്തുന്നില്ലേ? ചിന്തിച്ചുകൊണ്ട് അവർ നടക്കുന്നില്ലേ? അതോ അവരുടെ ഹൃദയങ്ങളിൽ പൂട്ടിട്ട് വെച്ചിരിക്കുകയാണോ? അള്ളാഹുവിന്റെ ചോദ്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൻ നിസായിലെ 82-ാമത്തെ ആയത്തിൽ പറയാണ്, അഫലാ യതദബ്ബറൂനൽ ഖുർആൻ വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാഹ് ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കസീറാ. അവർ ഖുർആനിനെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ? അള്ളാഹുവിൽ നിന്നല്ലാതെ മറ്റാരുടെയെങ്കിലും അടുക്കൽ നിന്നായിരുന്നു ആ ഗ്രന്ഥം അവതരിച്ചത് എങ്കിൽ ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കസീറാ, അതിൽ ധാരാളം ഇഖ്തിലാഫുകൾ നിങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു, അഭിപ്രായ വ്യത്യാസങ്ങൾ, കുറെ വൈരുദ്ധ്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയുമായിരുന്നു. ഖുർആനിൽ ഒരു വൈരുദ്ധ്യവുമില്ല.
അത് അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ളതാണ്. അതുകൊണ്ട് ഖുർആൻ ഓതുമ്പോ അതിനെക്കുറിച്ച് ചിന്തിക്കണം, ഓരോന്നിനെ കുറിച്ചും. ആയാതി ഖുർആനെ കുറിച്ച് പറയാണ്, അവർ അതിന്റെ ആയത്തിനെ കുറിച്ച് തദബ്ബുർ നടത്താൻ വേണ്ടിയിട്ടാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായിട്ട് കാണാം, സൂറത്തു ആലു ഇമ്രാനിലെ 190 മുതലുള്ള ആയത്ത്, 190-ാമത്തെ ആയത്ത് നമുക്കൊക്കെ സുപരിചിതമായ ആയത്താണ്. إن في خلق السماوات والأرض واختلاف الليل والنهار لآيات لأولي الألباب الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا സുബ്ഹാനക ഫഖിനാ അദാബന്നാർ. ഇവിടെ ആകാശങ്ങളെക്കുറിച്ചും ഭൂമിയെക്കുറിച്ചും പിന്നെ രാപ്പകലുകൾ മാറി മറിയുന്നതിനെ കുറിച്ചുമൊക്കെ വലിയ ദൃഷ്ടാന്തമുണ്ട് ബുദ്ധിയുള്ള ആളുകൾക്ക്. അതുകൊണ്ട് ഇരുന്നും കിടന്നും അതുപോലെ തന്നെ നിന്നുമൊക്കെ ചിന്തിക്കുക, ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ ആലോചിക്കണം. എന്നിട്ട് സത്യവിശ്വാസികൾ പറയും, റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാത്തിലാ, പടച്ചവനെ ഇതൊന്നും നീ വെറുതെ സൃഷ്ടിച്ചതല്ല, ബാത്തിലായിട്ട് സൃഷ്ടിച്ചതല്ല. സുബ്ഹാനക, നീ എത്ര പരിശുദ്ധനാണ്. ഫഖിനാ അദാബന്നാർ, നരകത്തിന്റെ ശിക്ഷയിൽ ഞങ്ങളെ കാക്കണേ എന്നിട്ട് അവർ പറയുന്നതാണ്. ഈ ആയത്തുകൾ കേട്ടിട്ട് പാരായണം ചെയ്തിട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കാത്തവന് നാശം എന്നാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുകൊണ്ട് ചിന്തിച്ചുകൊണ്ട് ഖുർആൻ തദബ്ബുർ നടത്താൻ പറഞ്ഞ കാര്യം തദബ്ബുർ ചെയ്തുകൊണ്ട് പാരായണം ചെയ്യാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ അവസാനമായി സൂചിപ്പിക്കാനുള്ളത്, വിശുദ്ധ ഖുർആൻ നമ്മൾ അതിന്റെ ആശയങ്ങളെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനുള്ള സംരംഭങ്ങളിൽ നമ്മൾ ഉണ്ടാവണം. നമ്മളെ കൊണ്ട് എന്താണോ ചെയ്യാൻ കഴിയുക ഈ ഖുർആൻ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ, ആ ഒരു രീതിയിൽ നമുക്ക് ഈ നിലയ്ക്ക് ഇടപെടാൻ കഴിയുമെന്ന് നമ്മൾ ആലോചിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ലിയകൂന ലിൽ ആലമീന നദീറാ, ലോകർക്ക് മുഴുവൻ ഒരു താക്കീതായിട്ടാണ് പ്രവാചകൻ ഖുർആനും. വആഖരീന മിൻഹും ലമ്മാ യൽഹഖൂ ബിഹിം, പ്രവാചകന്റെ കാലശേഷവുമുള്ള അവസാനം വരെ വരുന്ന ആളുകൾക്കൊക്കെ ഉള്ളതാണ് ഈ വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് പ്രവാചകന്റെ കാലശേഷം അത് പിന്നീട് പഠിച്ചവരും ഖുർആൻ അറിഞ്ഞവരുമാണ് അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കേണ്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബല്ലിഗു അന്നി വലൗ ആയ, എന്നിൽ നിന്ന് ഒരായത്തെങ്കിലും നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കും. അതുകൊണ്ട് സഹോദരിമാരെ, അവസാനിപ്പിക്കുകയാണ്, വിശുദ്ധ ഖുർആൻ പഠിക്കാനും പാരായണം ചെയ്യാനും ആശയങ്ങൾ ഗ്രഹിക്കാനും ഗ്രഹിച്ച കാര്യങ്ങളെ ചിന്തിക്കാനും അതോടൊപ്പം തന്നെ അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് അതിൽ പറഞ്ഞ കാര്യങ്ങളെ ജീവിതത്തിൽ കൽപ്പിച്ച കാര്യങ്ങളെ സ്വീകരിക്കാനും വിരോധിച്ച കാര്യങ്ങളെ പൂർണ്ണമായും ഒഴിവാക്കാനും നമ്മോട് സംസാരിക്കുന്ന റബ്ബിന്റെ ആ സംസാരത്തെ നമ്മൾ ഗൗരവത്തോടുകൂടി കണ്ടുകൊണ്ട് ചിന്തിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് സൂചിപ്പിക്കാറുള്ളത്. നാളെ പരലോകത്ത് ഖുർആൻ അനുകൂലമായി വരുന്ന ശഫാഅത്ത് ലഭിക്കപ്പെടുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഈ ഒരു സംസാരവും ഈ ഒരു സമയവും ഒക്കെ അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ദുആഅനാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം واغفر لنا يا غافر المذنبين. أقول قولي هذا وأستغفر الله لي ولكم ولجميع المسلمين واستغفروه إنه هو الغفور الرحيم. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.